ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റബീഉൽ അവൽ 12 എന്നല്ല, റബീഉൽ അവൽ മാസം മുഴുക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രാമാണികതയെ നമുക്കൊന്ന് പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് ശുക്ർ ചെയ്യാനും അവിടുത്തെ കൊണ്ട് സന്തോഷിക്കാനും പ്രേരിപ്പിക്കുന്ന ഒട്ടനവധി ആഖ്യാനങ്ങൾ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയും. അല്ലാഹു തആല സൂറത്ത് യൂനുസിലൂടെ പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. എന്താണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത്? ഈ ആയത്തിനെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന മറ്റൊരായത്ത് കൊണ്ട് വിശദീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ആ റഹ്മത്തെന്ന് റഈസുൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം സുയൂത്തി അവരുടെ ദുർറുൽ മൻസൂറിലും അല്ലാമ ആലൂസി അവരുടെ റൂഹുൽ മആനിയിലും അതുപോലെ തന്നെ ഇമാം അബൂ ഹയ്യാൻ റളിയല്ലാഹു അവരുടെ ബഹ്റുൽ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുന്നതായി കാണാം. അതോടൊപ്പം തന്നെ ഇമാം നാജിർ റഹിമഹുല്ലാ, ഹിജ്റത്തുൽ 900 വഫാത്തായ ഇമാം നാജിർ റഹിമഹുല്ലാ തൻ്റെ കൻസുറാഖിബീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ 36-37 പേജുകളിലായി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വതബറകു ബിവിലാദതിഹി വഫറഹു ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുകയും അവിടുത്തെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക. ഇനി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പരിശോധിക്കുകയാണെങ്കിൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സമൂഹത്തെയും അല്ലാഹു തആല ഫിറഔനിൽ നിന്ന് രക്ഷിച്ചതിന് ശുക്രായിട്ട് മദീന നിവാസികളായ ചില യഹൂദികൾ അക്കാലത്ത് ആശുറാ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വനഹ്നു ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് പ്രഖ്യാപിച്ച് മുഹറം 9, 10, 11 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചതായി കാണാൻ കഴിയും. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി കഴിഞ്ഞുപോയ വർഷങ്ങളിൽ അല്ലാഹു തആല ചെയ്ത നിഅമത്തിനിക്ക് ശുക്ർ ചെയ്യൽ സുന്നത്താണെന്നും അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്തിനിക്ക് അവിടുത്തെ ജന്മദിനത്തിൽ ശുക്ർ ചെയ്യാൻ പുണ്യകർമ്മമാണെന്നും ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി അവിടുത്തെ അരുമശിഷ്യൻ ഇമാം സഖാവി അവരുടെ അൽ അജൂബത്തുൽ മർളിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം അസ്കലാനിയുടെ ഈ ഒരു പ്രസ്താവനയെ, ഈ ഒരു ഖിയാസിനെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇമാം നജ്മുദ്ദീൻ ഖൈത്തി റഹിമഹുല്ലാഹ് അവരുടെ അൽ ബഹ്ജുസ് സാമിഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു അഭിപ്രായത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്. തീർന്നില്ല, നജ്മുദ്ദീൻ ഖൈത്തി തങ്ങളുടെ ഈ പ്രശംസയെ ഇമാം അല്ലാമ തുഹ്താവി നിഹായത്തുൽ ഈജാസിലും അതുപോലെ തന്നെ ഇബ്നു അല്ലാ തങ്ങൾ തൻ്റെ ഗ്രന്ഥമായ മൗലിദുസ് സഫ അടക്കം നിരവധി ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുമുണ്ട്. ഇമാം സഹാബി തന്റെ അജീബത്തിൽ തുടർന്ന് പറയുന്നു, ബൽ യഹ്സുനു ഫി അയ്യാമി ശഹരി കുല്ലിഹാ വലയാലിഹി, എന്നല്ല ആ റബീഉൽ അവൽ മാസത്തിന്റെ മുഴുവൻ ദിവസങ്ങളിലും മുഴുവൻ രാപ്പകലുകളിലും പുണ്യകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണമെന്ന് ഇമാം സഹാബി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. മുസ്ലിമിലെ മറ്റൊരു ഹദീസ് പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ദിവസത്തിന്റെ പ്രത്യേകതയായി അവിടുന്ന് പറയുകയുണ്ടായി, ഫീഹി ഉലിതു, ആ ദിവസത്തിലെയാണ് ഞാൻ ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് ഒരു ദിവസം ശ്രേഷ്ഠമാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ മാസത്തിനും ശ്രേഷ്ഠമുണ്ടെന്ന് ഇമാം ഇബ്നു ഹാസിം റളിയല്ലാഹു അൻഹു അവരുടെ അൽ മദ്ഖലിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഖുർആനിലും ഹദീസിലും നബിദിനാഘോഷത്തിന് തെളിവില്ല, അടിസ്ഥാനമില്ല എന്നത് ചില അല്പന്മാരുടെ അജ്ഞത മാത്രമാണെന്നർത്ഥം. ഇനി വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഇമാം തൊബ്രാനി അവരുടെ മുഅ്ജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു അൻഹു പ്രത്യേകമായൊരു കൽപ്പനയോ വിരോധനയോ ഇല്ലാത്ത വിഷയത്തിന്റെ അതിൻ്റെ വിധി എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, തുശാവിറുൽ ഫുഖഹാ വൽ ആബിദീൻ, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിദിനാഘോഷത്തെക്കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? ഇമാം ഹാഫിദ് ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഇമാം ശംസുദ്ദീൻ സഹാവി, അതുപോലെ ഇമാം സുയൂത്തി, ഇമാം വലിയുദ്ദീൻ ഇറാഖി അടക്കം നിരവധി പണ്ഡിതന്മാർ നബിദിനാഘോഷം അംഗീകരിക്കുകയും അത് ഇസ്ലാമികമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ശാമ റഹിമഹുല്ലാഹ് അവരുടെ പ്രത്യേകമായി രചിച്ച അനാചാരങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി രചിച്ച അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നബിദിനാഘോഷത്തെ പരാമർശിക്കുന്നു. വമൻ അഹ്സനു മബ്തുദിഅ ഫീ സമാനിനാ, നമ്മുടെ കാലഘട്ടത്തിൽ ആചാരങ്ങളിൽ ഏറ്റവും സൗന്ദര്യപൂർണ്ണമായതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം നബിദിനാഘോഷം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണെന്നും പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിച്ചതാണെന്നും സുവ്യക്തമാണല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ കൊണ്ട് ഈ ലോകത്ത് വിജയിക്കാനും നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.